പ്രിയമുള്ളവരെ, ഇന്ത്യയുടെ യുവതലമുറ ജെൻസി ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം തള്ളിക്കളയുന്നു എന്ന നിഗമനമാണ് പ്രധാനമായും രാഷ്ട്രീയ നിരൂപകർ നിന്നൊക്കെ ഈ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന 3 ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ടുമായി ബന്ധപ്പെട്ടാണ്. അതിലൊന്ന് ബങ്കിപ്പൂർ ആണ്. ബങ്കിപ്പൂർ എന്ന് പറയുന്ന മണ്ഡലം ബി.ജെ.പിയെ സംബന്ധിച്ച് കേവലം ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് പരാജയമല്ല, മറിച്ച് അവരുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ വർഷങ്ങളായി പ്രതിനിധീകരിച്ചു വന്ന മണ്ഡലമാണ്. അവിടെയാണ് ബി.ജെ.പിക്ക് അടിപതറിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് ചില മാധ്യമ റിപ്പോർട്ടുകൾ, ദേശീയ മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ബങ്കിപ്പൂരിലെ ഇലക്ഷൻ പരാജയം അവലോകനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇറങ്ങിയെന്നാണ്. നരേന്ദ്രമോദി നേരിട്ട് തന്നെ ബങ്കിപ്പൂരിലെ ഇലക്ഷൻ പരാജയം അവലോകനം ചെയ്യുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിന് അദ്ദേഹം നിതീഷ് കുമാർ, ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തി, പാർലമെന്റിലെ ഒരു പ്രത്യേക മുറിയിൽ വിളിച്ചു വരുത്തി അവർ രണ്ടുപേരും തമ്മിൽ ഈ ഇലക്ഷൻ പരാജയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു എന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് മാധ്യമങ്ങളിൽ നിന്ന്. പ്രത്യേകിച്ചും ദേശീയ മാധ്യമങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബി.ജെ.പി. ജൻസികൾ തങ്ങൾക്കൊപ്പമല്ല എന്ന ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കേവലം ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയമല്ല ബി.ജെ.പിക്ക് ബങ്കിപ്പൂരിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നിതിൻ നബീൻ എന്ന് പറയുന്ന അവരുടെ ദേശീയ അധ്യക്ഷൻ പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. അദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് വന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ബി.ജെ.പിക്ക് അവിടെ പരാജയം സംഭവിക്കേണ്ടി വന്നത്. നിതിൻ നബീന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവ് കൂടി പ്രതിനിധീകരിച്ച മണ്ഡലമായിരുന്നു. അതായത് ബി.ജെ.പിക്ക് വലിയ പാരമ്പര്യമുണ്ടായിരുന്ന മണ്ഡലത്തിലാണ് ബി.ജെ.പിക്ക് അടിപതറിയിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം 51,936 വോട്ടുകൾക്കാണ് ബി.ജെ.പി. വിജയിച്ചത്. ഇപ്പോൾ ബി.ജെ.പി. അവിടെ പരാജയപ്പെടുന്നത് 19,324 വോട്ടുകൾക്കാണ്. അതായത് എത്രത്തോളം വോട്ടുകൾ മറിഞ്ഞു എന്നുകൂടി അവിടെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അത്രത്തോളം വോട്ടുകൾ മറിഞ്ഞിട്ടാണ് അവർക്ക് അവിടെ പരാജയം സംഭവിച്ചിരിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇനി മറ്റൊരു മണ്ഡലവും ബി.ജെ.പിയെ അങ്കലാപ്പിലാക്കുന്നുണ്ട്. അത് ദാരിയ എന്ന് പറയുന്ന മണ്ഡലമാണ് മധ്യപ്രദേശിലെ. അവിടെ കോൺഗ്രസ് സീറ്റ് നിലനിർത്തി 6,000 വോട്ടുകൾക്കാണ് കോൺഗ്രസ് വിജയിച്ചത്. 2023 ആ സീറ്റ് കോൺഗ്രസിനായിരുന്നു. എങ്കിലും പതിറ്റാണ്ടുകളായി അവിടെയും ബി.ജെ.പി. വിജയിച്ചു വന്ന ഒരു സീറ്റാണ്. കാരണം 2023 മുമ്പ് നടന്ന എല്ലാ ഇലക്ഷനിലും 2003 മുതൽ 2023 വരെ അവിടെ ബി.ജെ.പിയാണ് നിരന്തരം വിജയിച്ചു വന്നത്. ബി.ജെ.പിയുടെ പരമ്പരാഗത സീറ്റാണ്. ആ സീറ്റ് കഴിഞ്ഞ 2 പ്രാവശ്യമായി കോൺഗ്രസ് വിജയിക്കുന്നു എന്നേ ഉള്ളൂ. അവിടെയും ബി.ജെ.പിയെ സംബന്ധിച്ച് വിജയിക്കാമായിരുന്ന സീറ്റാണ്. പ്രത്യേകിച്ച് മധ്യപ്രദേശൊക്കെ ബി.ജെ.പി പതിറ്റാണ്ടുകളായി ഭരിക്കുന്ന സംസ്ഥാനമാണ്. എന്തായാലും ബി.ജെ.പി ആ ജില്ലയിലെ, മധ്യപ്രദേശിലെ ദാരിയ ജില്ലയിലെ ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ ഈ ഇലക്ഷൻ പരാജയത്തെ തുടർന്ന് പിരിച്ചുവിട്ടു എന്ന വാർത്തയും പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. എന്തായാലും മധ്യപ്രദേശിലെയും ബീഹാറിലെയും പരാജയം മാത്രമല്ല, ഗുജറാത്തിലെ പരാജയം, തെരഞ്ഞെടുപ്പ് തിരിച്ചടി കൂടി ബി.ജെ.പി. അവലോകനം ചെയ്യുന്നുണ്ട്. വഡോദര എന്ന് പറയുന്ന ബി.ജെ.പിയുടെ സ്ട്രോങ് ഹോൾഡിൽ, പ്രത്യേകിച്ചും അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഒക്കെ തട്ടകത്തിലാണ് മംഗൽപൂർ എന്ന് പറയുന്ന നിയമസഭാ നിയോജക മണ്ഡലം. അവിടെ 2023 ബി.ജെ.പി. 1,00,000-ൽ പരം വോട്ടുകൾക്ക് വിജയിച്ച സ്ഥലത്താണ് ഇപ്പോൾ 30,000 വോട്ടായിട്ട് ബി.ജെ.പിയുടെ ഒരു ഭൂരിപക്ഷം കുറഞ്ഞിരിക്കുന്നത്. ഏകദേശം 70,000-ൽ പരം വോട്ടുകളുടെ ഇടിവ് ഭൂരിപക്ഷത്തിൽ ബി.ജെ.പിക്ക് സംഭവിച്ചിരിക്കുന്നു എന്ന വിലയിരുത്തലും ബി.ജെ.പിക്ക് ഉണ്ട്. എന്തായാലും ബി.ജെ.പി. ഇത്തരം കാര്യങ്ങളൊക്കെ അവലോകനം ചെയ്യുന്നുണ്ട് എന്ന ഒരു രാഷ്ട്രീയ നിഗമനം പുറത്തു വരുന്നുണ്ട്. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ ഒരു ഇടപെടലും ബി.ജെ.പി. വളരെ കൃത്യമായിട്ട് തന്നെ വീക്ഷിക്കുന്നുണ്ട്. രാജീവ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കൂടി യു ക്യാൻ ആസ്ക് എനിതിങ് എന്ന പേരിൽ ജൻസികളുമായി സംവദിക്കുന്ന ഒരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധിയിലേക്ക് ജൻസികളെ കൂടുതൽ ആകർഷിക്കുന്നു എന്ന രാഷ്ട്രീയ നിഗമനം പുറത്തു വരികയാണ്. ജൻസികൾ തങ്ങൾക്ക് കൂടുതൽ പ്രാപ്യനായ ഒരു പ്രധാനമന്ത്രിയായിരിക്കും രാഹുൽ ഗാന്ധി എന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. മിക്കപ്പോഴും ഈ ജൻസികളുടെ സമരവുമായി, ജന്തർ മന്ദർ നടന്ന പാർട്ടികളുടെ സമരവുമായിട്ട് അവരുമായിട്ടൊക്കെ മാധ്യമങ്ങളൊക്കെ അഭിമുഖം നടത്തുമ്പോൾ അവർ മുന്നോട്ട് വെച്ച ഒരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി എഡ്യൂക്കേറ്റഡ് ആണ്, അയാളുമായിട്ട് സംവദിക്കുവാൻ കഴിയുന്നുണ്ട് എന്ന രീതിയിലൊക്കെയുള്ള ഒരു പ്രതികരണം ജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഒരു ചുവട് പിടിച്ച് നരേന്ദ്രമോദിയും ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള അഭിസംബോധന ജൻസികൾ ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം ഒരു പ്രായോഗിക തലത്തിലേക്ക് ബി.ജെ.പി. എത്തിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും RSSും ഈ ജൻസികളെ സ്വാധീനിക്കുവാനുള്ള ചില സ്റ്റെപ്പുകളുമായി മുന്നോട്ട് പോകുന്നു എന്ന രാഷ്ട്രീയ നിഗമനം വരുന്നുണ്ട്. RSS മേധാവി മോഹൻ ഭഗവത്തിൻ്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. മുതിർന്നവർ യുവാക്കളെ കേൾക്കുവാൻ തയ്യാറാകണം എന്ന രീതിയിൽ. അതായത് ജൻസികളുടെ ഒരു സമരവും അവരുടെ ഒരു ജന്തർ മന്തറിലെ ഇടപെടലുകളും ഒക്കെ കുഴപ്പമില്ലായിരുന്നു. ആദ്യമൊക്കെ ബി.ജെ.പി. RSS സൈബർ ഇടങ്ങളൊക്കെ
അതിനെയൊക്കെ ഒരു രാജ്യദ്രോഹമായിട്ടാണ് ചിത്രീകരിച്ചതെങ്കിലും പിന്നീട് ഒരു ഇന്ത്യയുടെ പൊതുമനസ്സ് അങ്ങനെയല്ല, അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി RSSും സ്റ്റെപ്പ് മാറ്റിയിരുന്നു. മോഹൻ ഭഗവത് ജൻസികളുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് ശേഷം ആ പാതയിലേക്ക് RSSും ജൻസികളുമായി ചർച്ച നടത്തിയിരുന്നു. പിന്നെ മോഹൻ ഭാഗവത്തിന്റെ ഭാഗത്തു നിന്നൊരു പ്രസ്താവനയും ഉണ്ടായിരുന്നു. ഈ പ്രതികരണങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്, ജനങ്ങൾ അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസികൾ എന്തെങ്കിലും ആവശ്യത്തിന്റെ പേരിൽ തെരുവിലിറങ്ങിയത് കൊണ്ട് അവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുവാൻ പറ്റില്ല എന്നൊക്കെ രീതിയിൽ ഒരു പ്രതികരണം മോഹൻ ഭഗവത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നേരത്തെ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ കേരളത്തിലെയും ഈ സംഘപരിവാര സൈബർ ഇടങ്ങളൊക്കെ ജന്തർ മന്ദിറിലെ സമരത്തെ രാജ്യദ്രോഹം എന്നൊക്കെ വിളിച്ചു. പക്ഷേ RSSന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ മോഹൻ ഭഗവത്തിന് അങ്ങനെയുള്ള ഒരു അഭിപ്രായമല്ല ഉള്ളത്. അദ്ദേഹം പറയുന്നത് ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങും എന്നാണ്. എന്തായാലും ഇതിൻ്റെയൊക്കെ ഒരു ക്രോഡീകരണം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് ജൻസികളുടെ ഇടയിൽ കിട്ടുന്ന ഒരു സ്വീകാര്യത, അത് BJPയും RSSനെയും ഒക്കെ അങ്കലാപ്പിലാക്കുന്നുണ്ട്. അവരും ഈ ജൻസികളുടെ പാതയിലേക്ക് തങ്ങളും ജൻസികളിലൊപ്പമാണ് എന്ന് വരുത്തുവാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ്. മിക്കപ്പോഴും രാഹുൽ ഗാന്ധിക്ക് അവരുമായി സംവദിക്കുവാൻ കഴിയുന്നു, കോളേജുകളിൽ എത്തി അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുവാനും ഒരു സമഗ്രമായ വിദ്യാഭ്യാസ പരിഷ്കരണം ഇന്ത്യയിൽ നടപ്പിലാക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിയുന്നു എന്ന ചില നിഗമനങ്ങൾ ജൻസികൾ പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും രാജ്യത്തിപ്പോൾ വല്ലാത്ത രീതിയിൽ തൊഴിലില്ലായ്മ കൂടുകയാണ്. രാജ്യത്ത് തൊഴിൽ ലഭിക്കുവാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കരണം കൊണ്ടുവരുവാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയും എന്ന ഒരു വിശകലനം കൂടി ജൻസികളുടെ ഇടയിൽ നിന്ന് വരും എന്ന രാഷ്ട്രീയ നിഗമനം ഉണ്ടാകുകയാണ്. രാഹുൽ ഗാന്ധിക്ക് കഴിയും എന്നവർ വിശ്വസിക്കുന്നു. മറ്റൊന്ന്, കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന മറ്റൊരു ഘടകം CJPയുടെ ചില പ്രഖ്യാപനങ്ങളാണ്. അവർ പറയുന്നത് തങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയായി രൂപവത്കരിക്കപ്പെടുകയില്ല, രജിസ്റ്റർ ചെയ്യില്ല, തങ്ങൾ ഇത്തരം ജനകീയ സമരങ്ങളുമായി മുന്നോട്ട് പോകും എന്നാണ്. അങ്ങനെ ആണെങ്കിൽ അത് കോൺഗ്രസ് സംബന്ധിച്ച് ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ്. കാരണം CJP ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപവത്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ വിഘടിച്ചു പോകും. അത് BJP വിരുദ്ധ വോട്ടുകളാണ്. അത് CJPക്കും കോൺഗ്രസിനും ഒക്കെ ആയിട്ട് വിഘടിച്ചു പോയാൽ അത് കോൺഗ്രസ് സംബന്ധിച്ച് തിരിച്ചടിയാം. പക്ഷേ CJP ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപവത്കരിക്കപ്പെടാതിരിക്കുകയും CJP ജനകീയ സമരങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നത് അത് കോൺഗ്രസിലേക്ക് ആ CJP വോട്ടുകൾ എത്തുന്നതിന് സഹായകമാകും എന്ന ഒരു വിലയിരുത്തൽ കോൺഗ്രസിൻ്റെ നേതൃത്വം നടത്തുന്നുണ്ട്. എന്തായാലും ഈ CJP അവരുടെ ഈ സമരം അതൊക്കെയും കോൺഗ്രസിനെ പ്രത്യക്ഷമായി തന്നെ സഹായിക്കും, പരോക്ഷമായിട്ടല്ല പ്രത്യക്ഷമായി തന്നെ സഹായിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഡൽഹിക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്ന ഒരു സ്ഥലമാണ് ബീഹാറിലെ BJPയുടെ കുത്തക മണ്ഡലമാണ് ഇപ്പോൾ പ്രശാന്ത് കിഷോർ പിടിച്ചെടുത്തിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അതിൽ ഒക്കെ ഒരു പ്രതിഫലനം ബീഹാറിലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഉണ്ട് എന്ന രാഷ്ട്രീയ വിലയിരുത്തലുകൾ തന്നെയാണ് വരുന്നത്. ജൻസികൾ കൂടുതൽ രാഹുൽ ഗാന്ധിയിലേക്ക് അടുക്കുന്നു എന്ന നിഗമനം വരുന്നുണ്ട്. പതിറ്റാണ്ടുകളായി രാഹുൽ ഗാന്ധിയുടെ പ്രയത്നം അത് അവസാനം ഫലപ്രാപ്തിയിലെത്തുന്നു എന്ന നിഗമനം തന്നെയാണ് വരുന്നത്. രാജ്യം എഡ്യൂക്കേറ്റഡ് ആയ ഒരു പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നു എന്ന രീതിയിൽ ഉള്ള ഒരു പ്രതികരണം ജൻസികളുടെ ഇടയിൽ നിന്നുണ്ടാകുന്നു എന്നതും പ്രത്യേകതയാണ്. തൽക്കാലം ഈ വീഡിയോ എവിടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.